ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്നും നമുക്ക് ചക്കയും തന്നെ തുടങ്ങാം. രാവിലെ തന്നെ ഞാൻ പഴുത്ത ചക്ക ഇരുന്ന് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ചക്ക കയ്യിലിരിക്കുമ്പോൾ അതിന്ന് നിങ്ങളെയും കൊതിപ്പിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. പിന്നെ നമ്മൾ പണ്ട് ചക്കക്കുരു കൈ കിട്ടുമ്പോൾ ആനയെ കുതിര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു കളിയൊക്കെ കളിക്കുമായിരുന്നു. അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങിയ സമയത്താണ് ഇവിടെ റോഡ് ഫുള്ള് ബ്ലോക്കായി കിടക്കുന്നത് കണ്ടത്. സംഭവം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ പാച്ച് വർക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ ടാറിംഗ് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പഴയ പോലെ ഒന്നുമില്ല, കുറച്ചും കൂടെ ഒക്കെ സ്പീഡായിട്ടുണ്ട് കേട്ടോ പരിപാടി. അങ്ങനെ ഒരു 5 മിനിറ്റ് അതൊക്കെ നോക്കി നിന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ മടങ്ങി. വീട്ടിലാണെങ്കിലോ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നാണ് നമ്മളിനി കോട്ടയത്തേക്ക് പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള വെയിറ്റ് ഒക്കെയാണ് ഈ ബാഗിനകത്ത് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ വളാഞ്ചേരി എത്തി. ബൈക്ക് നമ്മളിവിടെ വർക്ക്ഷോപ്പിൽ ഇടാനുള്ള പരിപാടിയാണ്. തിരിച്ചു വരുമ്പോഴേക്കും പ്രശ്നങ്ങളൊക്കെ തീർത്ത് കുട്ടപ്പനാക്കിയിട്ട് എടുക്കാം. അങ്ങനെ അവിടുന്ന് ഓട്ടോ പിടിച്ച് നമ്മൾ കോട്ടയത്തേക്ക് ബസ് കിട്ടുന്ന സ്ഥലത്തെത്തി. വളാഞ്ചേരിയിൽ നിന്ന് ബസ് കയറാനായിട്ട് നല്ല തിരക്കന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റിലാണ് കയറിയത്. ബസ് കയറി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും നേനു നല്ല ഉറക്കത്തിലേക്ക് പോയിരുന്നു. ഈ KSRTC ബസ്സിലുള്ള യാത്ര എനിക്കൊരു റോളർ കോസ്റ്റർ പോലെയാണ് തോന്നിയത്. ഒരേ സമയം നല്ല രസവും അതേസമയം പേടിപ്പെടുത്തുന്ന ഡ്രൈവിംഗുമാണ് ഈ ആനവണ്ടിക്കുള്ളത്. എറണാകുളത്ത് എത്തിയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ അളിയൻ ബ്രോയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് നിന്ന് മറ്റൊരു ബസ് കയറിയിട്ട് വീണ്ടും നീണ്ടൊരു യാത്ര. അങ്ങനെ നമ്മൾ കോട്ടയത്തെത്തി. ഒരു തട്ടുകടയിൽ കയറിയിട്ട് തട്ടുദോശയും ഓംലേറ്റും ഒക്കെ അടിച്ച് നമ്മൾ നേരെ ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റൂമിലെത്തി. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളായിട്ട് നാളെ കാണാം.